ലണ്ടൻ ഓട്ടത്തിന് ശേഷം ആരിഫ് ഹുസൈൻ ഓൺലൈൻ സംവാദത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നും നേരിട്ട് ഓഫ്ലൈനായി ഡിബേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരിഫ് ഹുസൈന് ഉത്തരമില്ലാതെ ഉത്തരം മുട്ടുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആ ഓടി രക്ഷപ്പെടാൻ അദ്ദേഹം പറഞ്ഞൊരു ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഡിബേറ്റ് ചെയ്യാം, ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, തെളിവ് കിട്ടുന്നില്ല, ഞാൻ അത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ ശരി, ഇപ്പം നിങ്ങൾ ഉത്തരം മുട്ടി ഓടിക്കോളൂ, പക്ഷേ എന്ത് ചെയ്യണം, ഓൺലൈനിൽ സംവാദത്തിന് വരണം എന്നൊരു കണ്ടീഷനോട് കൂടിയായിരുന്നു അന്ന് പിരിഞ്ഞത്. ആ കണ്ടീഷൻ നമുക്ക് ഒന്ന് കേൾക്കാം. I challenge you on my channel. Come and have a debate. How about that? Okay? On Dawahwise this Thursday. And I'll bring Adnan with me on the panel. By the way, I don't shake hand with. I don't know whether he was or not. We don't shake hand with proud Zionists. We will have a debate. Yes. Come this Thursday. Let's see if he comes on Thursday. Guys, make sure your man, the proud Zionist, proud BJP, proud RSS, who follow Hitler, make sure he comes on Dawahwise at 5:30. We'll be waiting. 5:30 p.m. UK time. അപ്പോൾ വ്യാഴാഴ്ച 10:00 ലൈവ് വെക്കും, ഞാൻ വരും, ഞാൻ വി ആർ ഹാവിങ് എ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, ആരിഫ് ഹുസൈൻ അയാളിങ്ങനെ ആകെ അറിയപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ട പിന്നെ പോസ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാനിതാ ഇന്റർനാഷണൽ ദവാക്കാരുമായി ഞാനിതാ സംവാദത്തിന് പോകുന്നു എന്നൊക്കെ ഇയാൾ പറയുകയും ചെയ്തു. അവിടുന്ന് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത്, കാരണം എന്ന് വെച്ചാൽ അത് അയാൾക്ക് ആ സമയത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അവിടുന്ന് രക്ഷപ്പെടണം. അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ എടുക്കുന്ന ഓരോ വിഷയങ്ങളിലും അടിച്ചടിച്ച് എന്താ പറയാ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പിന്നെ കാണട്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ ഫുട്ബോൾ ടൂർണമെന്റ് കടയിൽ പോകുന്ന പോലെ പാട്ട് മത്സരത്തിന് കാണാം. ആ മൂഡിൽ എന്ത് ചെയ്തു, നമുക്ക് ചാനൽ ഡിബേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോന്നു. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു തവണ പെട്ടടത്ത് വീണ്ടും പോയി അബദ്ധം ചെയ്യില്ലാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ചെയ്യാത്തത്. അപ്പൊ ഏതായാലും ഓൺലൈനായിട്ട് ഇത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ പല തവണ ഇയാളെ സംവാദത്തിന് വിളിച്ചിട്ടുണ്ട് അല്ലെ, എത്ര ഒരു 1.5 വർഷം നമ്മള് ഓൺലൈൻ സംവാദത്തിന് വിളിച്ചു. കൃത്യമായ സമയം നിശ്ചയിച്ചിട്ട് നമ്മൾ ഇയാളുടെ ചാനൽ അങ്ങോട്ട് പോയി, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങോട്ട് പോയിട്ട് അവിടെ സംവാദം പോസിബിൾ അല്ല, കൃത്യസമയം തരില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ചാനലിൽ സംവാദം നടക്കില്ല എന്ന് പറഞ്ഞു. പ്ലാറ്റ്ഫോം ആണെന്നുള്ള അഹങ്കാരം കൊണ്ട് വരുന്ന ഒരാളെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പുറത്താക്കി വിട്ടു. ഒരു തരത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ അറഗൻ നേച്ചർ, എന്നിട്ട് കിക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ ഓക്കെ, നിങ്ങളുടെ ചാനലിൽ സംവാദം നടക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് 2 വർഷത്തോളമായി നമ്മൾ വിളിക്കുന്നു, ഇതുവരെ റെഡിയല്ല. അപ്പോൾ അതിന് പറഞ്ഞ കാരണം എന്താണ്, ഓൺലൈൻ ആയതുകൊണ്ട് സംവാദത്തിന് വരില്ല എന്നാണ്. ഓൺലൈൻ സംവാദത്തിന് 24 മണിക്കൂറും ഓൺലൈനിൽ പെറ്റി കിടക്കുന്ന ആള് ഓൺലൈൻ സംവാദത്തിന് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുമായിട്ട് സംവാദത്തിന് വരാതെ മുങ്ങി നടന്നിരുന്ന ഈ വ്യക്തി ലണ്ടനിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് മുസ്ലിങ്ങളെ കിട്ടിയപ്പോൾ അവിടുന്ന് പറയാണ് ഞാൻ ഓൺലൈനിൽ വരാം. അതായത് ഓൺലൈനായിട്ട് വിളിച്ചപ്പോൾ ഇല്ല, ഞാൻ ഓഫ്ലൈനേ വരുള്ളൂ. ഇനി ഓഫ്ലൈനായിട്ട് പിടിച്ച് എന്താ പറയാ അങ്ങ് ഇല്ലാണ്ടാക്കി വിട്ടപ്പോ ഇല്ല, എന്റെ കഴിവ് മൊത്തം ഓൺലൈനിൽ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എവിടെ ഓൺലൈനിൽ, എവിടെ ഓഫ്ലൈനിൽ തേഞ്ഞു ഇല്ലാണ്ടായി. ഇനി ഓൺലൈനിൽ എന്താ വരാത്തെന്താണ്? For pimping for the Zionist. Yeah, he must be on a minimum wage. You know, I think we should let people in to question if there are any questions. Yeah, inshallah. Or any Arif is not coming. He's not coming clearly, and this should be used for the rest of his career. This should be used. You were in London. You agreed on camera that you will come to this stream. You didn't turn up. You ran away from the debate in the park as well. You couldn't find your evidence. You're just an absolute disgrace. And don't show your face again. Okay, the Malayalam community, they have to go after this guy and really disgrace him. You know, unless he repents publicly and says, "Look, I'm wrong. I'm sorry. I've done this false propaganda against Muslims deliberately, and I apologize." Yeah, if he doesn't do that, then he needs to be exposed for who he is. അപ്പൊ പറയുന്ന കാര്യങ്ങൾക്ക് അന്നും എന്നും വേറെ എന്താ പറയാ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ശരിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നുമില്ല. എന്നും ഇതേ ഹെയ്റ്റ് ഇങ്ങനെ നിങ്ങളൊപ്പം നിങ്ങളുടെ ആളുകൾക്കിടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനപ്പുറം വിശദീകരണങ്ങളൊന്നും ഇല്ല. യെസ്. അപ്പോൾ ഏതായാലും അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ തെളിവില്ലാതെ ഓടി ഓൺലൈനിൽ നിന്നും ഓടിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. ഞങ്ങളുമായി ഓൺലൈൻ സംവാദത്തിന് കൊലക്കാരായിട്ട് വിളിക്കുന്നു, വരുന്നില്ല. ലണ്ടനിലുള്ള ആൾക്കാരായിട്ട് ഗതി കിട്ടാതെ എങ്ങനെയൊക്കെ ഓടിപ്പോയി അവിടെ ഓഫ്ലൈനായിട്ട് സംവാദം ഫുള്ളാക്കാൻ പറ്റിയില്ല, അയാൾക്ക് തെളിവ് കിട്ടിയില്ല, തപ്പി ആകെ നാറി ചമ്മി, മൊത്തത്തിലത് വൈറലായി. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഓൺലൈനിൽ ഇരിക്കാന്ന് പറഞ്ഞു, അതിൽ നിന്നും മുങ്ങി ഒരവസ്ഥ. നടത്തിയ സംവാദങ്ങളൊക്കെ അവസ്ഥ ഗ്രോക്കിനോട് നടത്തി, ചാറ്റ്ജിപിറ്റിനോട് നടത്തി, എല്ലാം പാടുന്ന എല്ലാ പദം രാഹുൽ ഈശ്വർ വരെ എടുത്ത് അലക്കി വിട്ട്. അപ്പൊ ഇങ്ങനൊരു മനുഷ്യൻ, ഈ മനുഷ്യനാണ് ശരിക്കും നിങ്ങൾ പിന്തുടരുന്നത് ഇയാളെയാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന അനുസരിച്ചാണ് നിങ്ങൾ മുസ്ലിങ്ങളെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പറ്റി റിവ്യൂ ചെയ്യാം. ആക്ച്വലി ഇപ്പൊ
ഇത് കാണുന്ന ആളുകളിൽ പലരും പല തരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളുടെയും സമയം അയാൾ അർഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നൊരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, അത് പറയാൻ ഇയാൾക്ക് അർഹത ഉണ്ടോ? ഇയാൾ പറയുന്ന കാര്യമാണോ നിങ്ങൾ വിശ്വസിക്കും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്? ഇങ്ങനൊരു മനുഷ്യൻ. അപ്പോ നിങ്ങൾ റിവ്യൂ എന്നുള്ളതാണ്. അയാൾ റിവ്യൂ അയാൾ തിരുത്തുന്നുള്ള കാര്യത്തിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അയാളെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിന്റെ. അപ്പം അതുകൊണ്ട് നമുക്ക് മതങ്ങളെ വിമർശിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആശയം പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഒന്ന് നമ്മൾ അവലംബിക്കുക, അതാണ് പറയാനുള്ളത്. അപ്പം ആരാണെങ്കിലും ഇത്രയും ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത, ഈ നിലക്ക് പിന്നെ ഒരു തെളിവും ഇല്ലാതെ സംസാരിക്കുന്നവരും ഒരു ധാരണയില്ലാതെ സംസാരിക്കുന്നവരും ഒക്കെ ആണ് നിങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കളവുകളിലാണ് നിങ്ങൾ അഭിരമിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് കാലമായി സംഭവത്തിന് വിളിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇവരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ ജബ്ബാർ നമ്മൾ ഓഫ്ലൈനായിട്ട് തന്നെ ജബ്ബാറിനെ വിളിച്ചിട്ട് കുറേ കാലമായി ഇയാൾ വരുന്നില്ല. അതേപോലെ തന്നെ രവീന്ദ്രനുമായിട്ടുള്ള ഓഫ്ലൈൻ സംഭവത്തിന് നമ്മൾ കുറേ കാലമായി ശ്രമിക്കുന്നു, അയാൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള പല നമ്മൾ ഓൾറെഡി ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംഭവത്തിന് വിളിച്ചിട്ട് വരാത്തവരുടെ ലിസ്റ്റൊക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അത് അവൈലബിൾ ആണ്. അവരാരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ എനിവേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.